ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഗ്രീൻ പീസാണ്. 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കുക. നിങ്ങൾക്ക് വേവാൻ എത്ര വിസിലാണോ ആവശ്യമായി വരുന്നത് അതിനനുസരിച്ച് ടൈം എടുത്ത് വേവിക്കുക. ഓരോരോ ആൾക്കും സെയിം ടൈമൊന്നും ആയിരിക്കില്ല വേവാൻ വേണ്ടത്, ഡിഫറെൻ്റ് ആണ്. ഗ്രീൻ പീസ് എനിക്ക് വെന്തിട്ടിട്ടുണ്ട്. അതൊരു മാറ്റി വെച്ചിട്ട് സെയിം കുക്കറിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നിങ്ങളിതിലേക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ജീരകം ഇട്ടു, ഒരു ചെറിയ സ്പൂണ് ജീരകം ഇതിലേക്കിട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ചെറുതായി അരിഞ്ഞ ഒരു ഉള്ളി, വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ ഒരു 2 ഉള്ളി വരെ എടുക്കാം. അങ്ങനെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചതച്ചെടുത്തത്. രണ്ടും കൂടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് ഇതിലേക്ക് പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാം. എനിക്കിവിടെ വഴന്നിട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്. അതുപോലെ നിങ്ങൾ ചിക്കൻ മസാലപ്പൊടി ഇപ്പോൾ എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് ഇടുക. ഓരോ ചിക്കൻ മസാലപ്പൊടിയും എരിവ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് മിക്സ് ചെയ്യുക. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ അറിയാലോ എന്തവസ്ഥ ഉണ്ടാവുക, നമ്മുടെ കറി ഒന്നിനും കൊള്ളൂല. എന്നിട്ട് നല്ല പോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ആ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലപ്പൊടി പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അത് വഴറ്റുമ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. എനിക്കത് കറക്റ്റായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ്ങും കൂടി കഴിഞ്ഞാൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ചെറുതാണെങ്കിൽ 2 തക്കാളി, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അത് ചെറുതായി മുറിച്ചിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കുക. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒഴിച്ചു കൊടുത്തത് കൂടാതെ അതിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ച് ഞാനൊന്ന് മിക്സി ഒന്ന് ചുറ്റിച്ചിട്ട് ബാലൻസ് വരുന്ന തക്കാളിയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് വെള്ളമായി. എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിച്ചു. ഈ നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ ഗ്രീൻ പീസും ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ വെള്ളം എടുക്കണം.
ഇത് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഈ കറി നല്ല കുറുകി കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അളവിൽ തന്നെ വെള്ളം എടുക്കണം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. ഞാൻ കുക്കർ എടുത്തതുകൊണ്ടാണ് വിസിലിട്ട് വെക്കുന്നത്, പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. നിങ്ങളിനി വേറെ ഏതെങ്കിലും പാത്രമാണ് എടുത്തതെങ്കിൽ ആ പൊട്ടറ്റോ മാത്രമല്ലേ നമുക്ക് വേവാനുള്ളൂ, അതുകൊണ്ട് കുറച്ച് ടൈമേ വേണ്ടി വരുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ടോപ്പ് അടച്ച് വെക്കുകയാണ് ഞാൻ. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടറ്റോ വെന്ത് കിട്ടും. ഞാനിതാ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് കറി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് അല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ടോട്ടലി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കറി കുറുകി കിട്ടണമെങ്കിൽ നമ്മൾ തിന്നാനാകുമ്പോഴത്തേക്ക് പിന്നെ അത് കറക്റ്റ് കുറുകി കിട്ടും. ഇനി അല്ല വെള്ളം വേണമെങ്കിൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രം ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കറി താളിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാൽ നമുക്ക് താളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ കറിയിലേക്ക് ഒരു ടേസ്റ്റ് ഡിഫറൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇട്ടെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. ഓയിൽ ചൂടായാൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറായിട്ട് എടുക്കുക. ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം കൂടി ഇതിലേക്കിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കറിവേപ്പിലയും അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ജീരകം പിന്നെ ഉള്ളി ഇട്ടപ്പോൾ ഇടാൻ മറന്നുപോയി, അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉള്ളി ഇട്ട് കുറച്ച് ഫ്രൈ ആയപ്പോൾ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോവുമായി കാണുന്നവരെ എല്ലാവരോടും ബായ്.